ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി പ്രയോഗിച്ച തന്ത്രമാണിപ്പോൾ ചർച്ചയാകുന്നത്. അതായത് വോട്ടർമാരെ സ്വാധീനിക്കാൻ തൃണമൂൽ കോൺഗ്രസ് അവിടെ കാലാകാലങ്ങളിലായി പ്രയോഗിച്ച തന്ത്രം എന്തു തന്നെയാണോ അത് തന്നെയാണ് ഇവിടെ ബി.ജെ.പിയും പയറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ 3 തവണയും ബംഗാളിലെ വനിതാ വോട്ടർമാരായിരുന്നു തൃണമൂലിനെ തുണച്ചത്. ഈ ഒരു രീതി കണക്കിലെടുത്തുകൊണ്ട് തന്നെ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി ക്ഷേമ പദ്ധതികളായിരുന്നു അവിടെ പാർട്ടി അവതരിപ്പിച്ചത്. ആ തന്ത്രം തന്നെയാണ് ബി.ജെ.പി ബംഗാളിൽ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ കേന്ദ്രീകൃത ആ രീതിയിലുള്ള പദ്ധതികൾ അത് വാഗ്ദാനം ചെയ്തുകൊണ്ട് ബി.ജെ.പിക്ക് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഒരു പോസിറ്റീവ് രീതിയിൽ സമീപിക്കാൻ സാധിക്കുകയും അത് അവർക്ക് അനുകൂലമായി തന്നെ വരികയുമാണ് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ബംഗാളിൽ വലിയ രീതിയിൽ ഫലം കണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് SAR ആയിരുന്നു. ഇത് തൃണമൂലിന്റെ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ആദ്യം മുതൽക്കേ തന്നെ അത് അവിടെ നടപ്പിലാക്കുകയും അത്തരം ചില ആരോപണങ്ങൾ അടക്കം ഉയർന്നു വന്നിരുന്നു. വോട്ടർ പട്ടികയിൽ നിന്നും 90 ലക്ഷം പേരാണ് പുറത്തുപോയത്. 60 ലക്ഷത്തിലധികം പേരെ മരിച്ചുവെന്ന കണക്കിലാണ് ഉൾപ്പെടുത്തിയതും. 27 ലക്ഷം പേരുടെ വോട്ടവകാശം ട്രൈബ്യൂണൽ പരിഗണനയിലുമാണ്. വോട്ടവകാശം നഷ്ടമായവരിൽ ഏകദേശം 65% മുസ്ലിം വിഭാഗക്കാരാണ്. അതുപോലെ തന്നെ മധുവ സമുദായത്തിൽ നിന്നുള്ള ദളിതരും സ്ത്രീകളുമാണ് പുറത്തായവരിൽ കൂടുതൽ. 2013 തന്റെ ആദ്യ തിരഞ്ഞെടുപ്പിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിനെ 25,846 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി സീറ്റിൽ വിജയിക്കുകയാണ് ചെയ്തത്. 44,269 വോട്ടുകളാണ് അന്ന് നേടിയത്. 2015 ഇത് 57,213 വോട്ടുകളിലായി തന്നെ വർദ്ധിക്കുകയും എന്നാൽ 2020 ഇത് 46,758 വോട്ടുകളായി തന്നെ കുറയുകയും ചെയ്തു. തുടർന്ന് 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ അട്ടിമറി വിജയത്തോടുകൂടി തന്നെ ബി.ജെ.പി ഡൽഹിയിൽ അധികാരത്തിലെത്തി. അവിടെയും ഈ അതേ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ബി.ജെ.പി അവിടെ മുന്നിട്ട് നിന്നു. 3 തവണ വിജയിച്ച കേജ്രിവാളിന് 4000 വോട്ടുകൾക്ക് തന്റെ സീറ്റ് നഷ്ടമാവുകയും ബി.ജെ.പിയുടെ പർവേഷ് വർമ്മയാണ് അന്ന് വലിയ രീതിയിൽ അവിടെ കേജ്രിവാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിലെത്തിയത്. ഡൽഹിയും ബംഗാളും പിടിച്ചെടുത്തതോടുകൂടി തന്നെ അജഞ്ചേരയെന്ന് കരുതിയിരുന്ന 2 കരുത്തരായ നേതാക്കളെയാണ് അവിടെ ബി.ജെ.പി പരാജയപ്പെടുത്തിയത്. ബംഗാൾ വിജയത്തിന് ശേഷം അടുത്തത് പഞ്ചാബ് എന്ന് ബി.ജെ.പിയുടെ പഞ്ചാബ് ഘടകം സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും പാർട്ടി ലക്ഷ്യമിടുന്ന അടുത്ത മാറ്റത്തിന്റെ സൂചന അവിടെ നിന്നുകൊണ്ടാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞ മമത താൻ തന്നെ അവിടെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ആ ആത്മവിശ്വാസങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലം മമതയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. 2011 ബംഗാളിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായ മമത 3 തവണ തുടർച്ചയായി തന്നെ പരാജയം അറിയാതെ തന്നെ മുന്നേറി. എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിൽ ബി.ജെ.പിയുടെ സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ സൂചന തന്നെയായി തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇത് 2ാം തവണയാണ് സുവേന്ദു അധികാരി മമതയെ പരാജയപ്പെടുത്തുന്നത്. 2021 നന്ദിഗ്രാമിലായിരുന്നു ആദ്യമായി മമത സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടത്. എന്നാൽ ഇത്തവണത്തെ ബി.ജെ.പി സർക്കാർ അധികാരത്തിൽ വരുന്നതിനാൽ തന്നെ ഈ തോൽവി മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ച് ഏറെക്കുറെ തന്നെ നിർണായകമായി മാറുമെന്നതിലും സംശയമില്ല. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ മമതയുടെ പാർട്ടി അതായത് തൃണമൂൽ കോൺഗ്രസിനെ അടിപതറിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിഷ്കർണം അവരെ തൂത്തെറിഞ്ഞുകൊണ്ട് ബി.ജെ.പി അധികാരത്തിൽ വരാൻ അവരുപയോഗിച്ച സ്ട്രാറ്റജി അതാണ് ഇവിടെ എടുത്ത് ശ്രദ്ധേയമായി പറയേണ്ട മറ്റൊരു കാര്യമായി തന്നെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.